السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلي من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. رب زدنا علما نافعا. അൽഹംദുലില്ലാ. നമ്മൾ ആയത്ത് 37 വരെയാണ് കവർ ചെയ്തത്. ഇന്ന് ഇൻഷാല്ലാ 38, 39. എല്ലാവരും പിശാചിൽ ശൈത്താന്റെ ഷർറിൽ നിന്ന് സംരക്ഷണം തേടുക. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, മലായിക്കത്തിനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെ? അത് ആദം അലൈഹിസ്സലാമിന് കൊടുത്ത പ്രത്യേക ഒരു ആദരവിന്റെ ഭാഗമായിരുന്നു. ആദം അലൈഹിസ്സലാമിന്, അല്ലെങ്കിൽ മനുഷ്യ രാശിക്ക് മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റ്, അല്ലെ? ഇൽമ നേടാനുള്ള കഴിവ് വേറെ ഒരു സൃഷ്ടിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ലാത്ത. അപ്പൊ അതിന്റെ പേരിൽ ആദര സൂചകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തിനെ കൊണ്ട് ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യിക്കുന്നുണ്ട്, അല്ലെ? അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളൊക്കെ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തു. ഒരു പോയിന്റ് മിസ്സായത്, അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബഹുമാനവും ആദരവും എന്ന് വെച്ചാൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ബഹുമാനമാണ് അതല്ലേ, മലായിക്കത്തിനെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിക്കുക എന്ന് വെച്ചാല്. അത്രയും ആദരവ് തന്ന ഒരു വിഭാഗമാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു സൃഷ്ടിപ്പാണ് നമ്മൾ മനുഷ്യരല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്വഭാവവും പെരുമാറ്റവും ആ ആദരണീയമായ രീതിയിൽ തന്നെ ആയിരിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ, നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ആ ഒരു ഡിഗ്നിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം, അല്ലെ? എന്തെങ്കിലും വായ തോന്നിയത് പറയും, എന്തെങ്കിലും ചെയ്യുകയല്ല ചെയ്യുക. അപ്പൊ നമ്മൾ പൊതുവെ വലിയ വലിയ നിലയിലുള്ള ആൾക്കാർ, ഇപ്പം വലിയ സ്റ്റേറ്റസ് ഉള്ള, ഹൈ ലെവലില് ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന രാഷ്ട്രീയക്കാരാവട്ടെ, ഇനി ബിസിനസ്സുകാരാവട്ടെ, അപ്പം അവരൊക്കെ ഇത്തിരി ഒരു ചീപ്പായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയും, ഇതെന്താ അത്, നമ്മളൊക്കെ പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ അറിവില്ലാത്ത ആൾക്കാരാന്ന് വിചാരിക്കുക, ഇവരെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയോ, അല്ലെ? നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ട്. അത് നമ്മൾ അവരെ ഒരു ലെവല് മേലെ കാണുന്നത് കൊണ്ടാണ്, അല്ലെ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മേലെ വെച്ചിട്ടുള്ള ആളുകളാണ് നമ്മളെ എങ്ങനെ കണക്കാക്കുന്നുള്ളതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അത്രയും വലിയൊരു പൊസിഷനിൽ വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളിൽ നിന്ന് വരുന്ന വാക്കും പ്രവൃത്തിയും ഒക്കെ ആ ഒരു ഡിഗ്നിറ്റി ഉള്ളത് ആയിരിക്കണം. അപ്പൊ എല്ലാവരും അവനവനെ തന്നെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെ? നമ്മൾ ഓരോന്ന് സംസാരിക്കുക, അള്ളാഹ് നമ്മൾക്ക് തന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ, ആ രീതിയിൽ നമ്മളെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനോടും ഹവ്വായോടും ഇബ്ലീസിന്റെ കൂടെ താഴോട്ട് ഭൂമിയിലേക്ക് പൊയ്ക്കോ എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെ? അപ്പം ഇതിനകത്ത് ഒന്ന് രണ്ട് റെഫറൻസസ് ഉണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, ആദം അലൈഹിസ്സലാം ഭൂമിയില് ദഹ്ന എന്ന ഒരു സ്ഥലത്തേക്കാണ് ഇറക്കപ്പെട്ടതെന്ന്. ആ സമയത്ത് അത് മക്കയുടെയും ത്വായിഫിന്റെയും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുന്നത്, ആദം അലൈഹിസ്സലാമിനെ ഇന്ത്യയിലേക്കും ഹവ്വായെ ജിദ്ദയിലേക്കുമാണ് അയച്ചത്, ഇബ്ലീസിനെ ബസ്രയിൽ നിന്ന് കുറെ മൈലുകൾ ദൂരെയുള്ള ഒരു സ്ഥലത്ത്. ഇത് രണ്ട് റെഫറൻസ് ആണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, അള്ളാഹു അഅലം. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്, ഇതൊന്നും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും അല്ല. പിന്നെ അൽ ഹക്കീം റെക്കോർഡ് ചെയ്തതായിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ട്. അതിനകത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആദം അലൈഹിസ്സലാമ സ്വർഗത്തില് മഅരിബിന്റെയും, അതായത് അസറിന്റെയും മഅരിബിന്റെയും ഇടയ്ക്കുള്ള സമയത്താണ് ഉണ്ടായിരുന്നത്. ആ ഒരു അത്രയും സമയമായിരുന്നു ആദം അലൈഹിസ്സലാമിന് അവിടെ സ്വർഗത്തിൽ അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം സ്വർഗം വിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അതേപോലെ ആദം അലൈഹിസ്സലാം ഏത് ദിവസമാണ് ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളത് ഒരുപാട് റിപ്പോർട്ടുകൾ ഉണ്ട്. നമുക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കാണാം, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം ജുമുഅ ആണ്. ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് ജുമുഅ ദിവസമാണ്. ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ പ്രവേശിച്ചത് ജുമുഅ ദിവസമാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും ജുമുഅ ദിവസമാണ്. അന്ത്യദിനം ജുമുഅ ദിവസത്തിലല്ലാതെ വരികയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരുപക്ഷെ ജുമുഅ ദിവസമായിരിക്കാം ആദം അലൈഹിസ്സലാം അവിടെ സ്വർഗത്തിൽ ഉണ്ടായിരുന്നത്. ഇതൊരു സ്വഹീഹ് ഹദീസ് കൂടിയാണ്, അതുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
പിന്നെ നമ്മൾ കണ്ടു ആദം അലൈഹി ഇസ്ലാമിനെ അല്ലെ ഈ ദുനിയാവിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അയച്ചു. അവിടെയാണ് നമ്മൾ ആദം അലൈഹി ഇസ്ലാമിന്റെ യാത്ര. അതേപോലെ നമ്മൾ ഓരോരുത്തരുടെയും യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ അതായത് ഭൂമിയിലെ ഖിലാഫത്ത് ആരംഭിക്കുകയാണ്. അതായിരുന്നു അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒറിജിനൽ പ്ലാൻ അല്ലെ. ആദം അലൈഹി ഇസ്ലാം അവിടെ സ്വർഗത്തിൽ വെച്ച് ചെയ്ത തെറ്റുകൊണ്ട് ശിക്ഷയായിട്ട് വന്നതൊന്നും അല്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ്? ഭൂമിയിൽ ഞാനിങ്ങനെ ഒരു ഖിലാഫത്ത് കൊണ്ടുവരാൻ പോവാണ്, മനുഷ്യന്മാരെ ഖലീഫമാരായിട്ട് കൊണ്ടുവരാൻ പോവാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ ആദം അലൈഹി ഇസ്ലാമിനെ അനുവദിച്ച സമയം എന്തായാലും താൽക്കാലികം തന്നെയായിരുന്നു, ടെമ്പററി തന്നെയായിരുന്നു. അല്ലാതെ ശിക്ഷയുടെ ഭാഗമായിട്ട് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതൊന്നും അല്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല ആദം അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ഇങ്ങനെ പറയാണ് അല്ലെ, നീ പോയിക്കോ, അവിടെ നിന്റെ ജനറേഷൻസ് എത്ര ജനറേഷൻസ് ആണെങ്കിലും അവിടെ ഉണ്ടാവും, എന്നിട്ട് ഒരു നിശ്ചിത സമയം വരെ നിങ്ങൾ അവിടെ ജീവിക്കും അല്ലെ. സ്വാഭാവികമായിട്ടും ഇത് കേട്ട് കഴിഞ്ഞാൽ ആദം അലൈഹി ഇസ്ലാമിന് അത്ര സന്തോഷമൊന്നും തോന്നൂല അല്ലെ. വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമല്ലേ സ്വർഗത്തിൽ നിന്ന് പോയിക്കോളാൻ പറഞ്ഞ. എന്നാൽ അപ്പൊ ആദം അലൈഹി ഇസ്ലാം അതിനെ ജസ്റ്റിഫൈ ചെയ്യോ? ഇല്ല, അത് എന്റെ തെറ്റൊന്നുമല്ല, ഇബ്ലീസിന്റെ തെറ്റാണ് എന്ന് പറയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലെ. നമ്മൾ പൊതുവെ നമ്മളുടെയൊക്കെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മളെ സൈഡിലേക്ക് ചൂണ്ടുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഒരു എക്സ്ക്യൂസും എക്സ്പ്ലനേഷനും അത് വേറൊരാളെ മേലെ വെക്കലും ഒക്കെയാണ് അല്ലെ. ഇവിടെ ആദം അലൈഹി ഇസ്ലാം ഒരു ബ്ലെയിം ഗെയിമും നടത്തിയിട്ടില്ല. ആദം അലൈഹി ഇസ്ലാമിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തു പോയി അല്ലെ, വലിയൊരു തെറ്റ് ചെയ്തു പോയി. റബ്ബന ളലംന അൻഫുസന, ഞാൻ എന്റെ റബ്ബിനെ റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചു. ഇത്രയും അധികം എനിക്ക് ബഹുമാനവും ആദരവും തന്നിട്ടുള്ള റബ്ബിനോട് ഞാൻ അനുസരണക്കേട് കാണിച്ചു. അത് ഓരോ പ്രാവശ്യവും അല്ലെ, നമ്മൾ ഓരോ പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോഴും റബ്ബ് നമ്മളോട് വീണ്ടും 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 പുറത്തു തരുന്ന നമ്മൾ പറയുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ആ തൗവാബിന്റെ അർത്ഥം എന്താണെന്ന് അല്ലെ വിശദമായിട്ട് തന്നെ നമ്മൾ കണ്ടു. അത് 3 പോയിന്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു, എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തൗവാബാണ്, അതിന്റെ കൂടെ അള്ളാഹു അർ-റഹീമും ആണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. 99 പാർട്ടും അത് അള്ളാഹുവിന്റെ കൂടെ തന്നെ വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഒരു പാർട്ട് മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ആ ഒരു പാർട്ട് കൊണ്ടാണ് അല്ലെ ഒരു മാതാവ് കുട്ടിയോട് പോലും കാരുണ്യം കാണിക്കുന്നത്. അത്രയ്ക്ക് വലിയ കാരുണ്യം അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണ്ട വേറൊരു പോയിന്റും കൂടെ ഉണ്ട്. ഇബ്ലീസ് ഒരു തെറ്റ് ചെയ്തത് വഴി ഇബ്ലീസ് ആരായി? കുഫ്ർ ചെയ്തവനായി അല്ലെ, കാഫിറായി. എന്നാൽ ആദം അലൈഹി ഇസ്ലാം ഒരു തെറ്റ് ചെയ്ത് തൗബ ചെയ്തപ്പം അതിന്റെ കൂടെ പൊറുക്കലിന്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്ത ഒരു കാര്യമുണ്ട്. എന്ത്? കാരുണ്യം. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ അള്ളാഹു ഹോൾഡ് ചെയ്ത് വെച്ച് ഇത്രയും ഹ്യൂജ് എമൗണ്ട് ആയിട്ടുള്ള ഒരു കാരുണ്യം അവിടെ ഉണ്ട്. എന്തിന്? തൗബ ചെയ്തിട്ട് നമ്മൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് തരാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ കുഫർ എന്ന് പറയുന്ന, ഈ നിഷേധം എന്ന് പറയുന്ന, അള്ളാഹു സുബ്ഹാനഹു തആലേനെ അനുസരണക്കേട്, അള്ളാഹു പറയുന്ന എന്തൊരു ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും അതിനോട് നമ്മൾ കാണിക്കുന്ന അനുസരണക്കേടിൽ നിന്ന് അള്ളാഹുവിന്റെ ഈ കണക്കില്ലാത്ത റഹ്മത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എന്താ? ഒരു തൗബ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അള്ളാഹുവിന്റെ നിഷേധിയാകുന്നതും അല്ലെ, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകുന്ന ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ആ ഒരു നിഷേധത്തിൽ നിന്ന് അല്ലെങ്കിൽ കാഫിർ ആവുന്നതിൽ നിന്ന് അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്ന കണക്കില്ലാത്ത ഹെവി ആയിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു തൗബയുടെ, ആത്മാർത്ഥമായ ഒരു തൗബയുടെ ഡിഫറൻസേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എത്ര തൗബ ചെയ്യുന്നവരായിരിക്കണം അല്ലെ. ഓരോ പോയിന്റ് നമ്മൾ ഇപ്പം കഴിഞ്ഞ ആക്ഷൻ പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മോട്ടിവേഷൻ ക്ലാസ്സിൽ അല്ലെ. നമ്മൾ ഇത് ഫുൾ ബൈ ഹാർട്ട് പഠിക്കുകയോ ഈ റൂട്ട് ലെറ്റേഴ്സ് ഒക്കെ എപ്പോഴും ഒരേപോലെ ഉരുവിടാൻ പഠിക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ ഓരോ ആയത്ത് പഠിക്കുമ്പോഴും നമുക്കൊരു ലോക്ക് നോട്ട്സ് ഉണ്ടായിരിക്കണം. എല്ലാത്തവരൊക്കെ തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ആ നോട്ടിൽ എനിക്ക് എന്ത് കറക്റ്റ് ചെയ്യാനുണ്ടാവണം, അത് ഓരോരുത്തർക്കും വേറെ വേറെ ആയിരിക്കും. അത് വേറെ ആർക്കും കാണിച്ചു കൊടുക്കേണ്ട, വേറെ ആരോടും പറയുകയും വേണ്ട. അപ്പം നമുക്കൊരു നോട്ട് ഉണ്ടായിരിക്കും അല്ലെ, എനിക്ക് എന്താണ് ഇവിടെ കറക്റ്റ് ചെയ്യാനുള്ളത്. ആ ഓരോ പോയിന്റിലും നമുക്ക് ഈ അള്ളാഹുവിന്റെ റഹ്മത്ത് നേടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. കാരണം അവിടെയൊക്കെ നമുക്കൊരു ഇസ്തിഗ്ഫാറിന് അല്ലെങ്കിൽ തൗബക്കുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു തെറ്റായിരിക്കാം അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പൊ ചെയ്തുകൊണ്ടിരുന്ന ഒരു തെറ്റാണ് ഞാൻ അവിടെ നോട്ട് ചെയ്യുന്നതെങ്കിൽ അത് തിരുത്തുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് തൗബ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം എക്സ്ട്രാ കിട്ടാനുള്ള ഒരു അവസരമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ പെട്ടു അല്ലെ. ഇബ്ലീസിന്റെ സൈഡ് എന്തായിരുന്നു? ഒരു സുജൂദ് നിഷേധിച്ചതിന്റെ പേരിൽ കാഫിറാകപ്പെട്ടവനാണ് അവൻ. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാ? അവൻ തൗബ ചെയ്ത് മടങ്ങാതെ അഹങ്കരിച്ച എന്നതുകൊണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി ഇസ്ലാമിന്റെ ഈ ഒരു കുഞ്ഞു മിസ്റ്റേക്കില്, ശരിക്കും ഇന്നത്തെ കാലത്ത് ഭൂമിയിൽ നടക്കുന്ന പല തെറ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു മിസ്റ്റേക്കാണ് ആദം അലൈഹി ഇസ്ലാം ചെയ്തത്, അല്ലെ? കുത്തും കൊലയും കൊലപാതകങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ ഫിത്നകൾ ഭൂമിയിൽ നടക്കുന്നുണ്ട്. ഇത്രയും ചെറിയൊരു മിസ്റ്റേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പബ്ലിക് ആക്കിയിട്ടുണ്ട്. അള്ളാഹു ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യന്മാരോടും ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ഖുർആനിൽ മാത്രമല്ല വന്നിട്ടുള്ളത്, അഹ്ലുൽ കിതാബിന്റേതായ എല്ലാ ഗ്രന്ഥങ്ങളിലും ആദമിന്റെ ആദി പാപം, സുബ്ഹാനല്ലാഹ്, അതെന്തിനാ അള്ളാഹു നമുക്ക് അതിങ്ങനെ പറഞ്ഞ് കാണിച്ചു തന്നിട്ടുള്ളത്? ഈ മനുഷ്യ സൃഷ്ടി ഇത്ര ആദരവേറിയ സൃഷ്ടിയാവട്ടെ, ഇത്രയും ബുദ്ധി കൂടിയ, ഇത്രയും അറിവ് നേടാൻ കഴിവുള്ള സൃഷ്ടിയാവട്ടെ, അവനും തെറ്റ് ചെയ്യും. എന്നാ അതിന്റെ കൂടെ അവൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ റബ്ബ് പുറത്തു കൊടുക്കും, പശ്ചാത്തപിച്ച് മടങ്ങിയ. സുബ്ഹാനല്ലാഹ്, പുറത്തു കൊടുക്കുന്നതിന്റെ കൂടെ അവന്റെ കാരുണ്യവും കൊടുക്കും. അൽഹംദുലില്ലാഹ്. ഒരുപാട് നമ്മൾ ഇനിയും അടുത്ത പ്രാവശ്യം ക്ലാസ്സിൽ ഈ ആയത്തെടുക്കുകയാണെങ്കിൽ ഇനിയും ലെസൺസ് ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ ലെസൺസിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു 2 ആയത്തുകളാണ്, ആയത്ത് 38, 39. 38 قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. നാം കൽപ്പിച്ചു, എല്ലാവരും ഇവിടം വിട്ടു പോകണം, എന്റെ മാർഗദർശനം നിങ്ങൾക്ക് അവിടെ വന്നെത്തും, സംശയമില്ല. എന്റെ മാർഗം പിന്തുടരുന്നവർ നിർഭയരായിരിക്കും, ദുഃഖമില്ലാത്തവരും. തുടർന്ന് ആയത്ത് 39, വല്ലദീന കഫറു വകദ്ദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. എന്നാൽ അതിനെ അവിശ്വസിക്കുകയും നമ്മുടെ തെളിവുകളെ തള്ളിപ്പറയുകയും ചെയ്യുന്നവരാരോ അവരാകുന്നു നരകാവകാശികൾ, അവരതിൽ സ്ഥിരവാസികളായിരിക്കും. നമുക്ക് വേർഡ് അനാലിസിസ് നോക്കാം. കുൽന, നാം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇഹ്ബിതു, നിങ്ങൾ ഇറങ്ങിപ്പോകൂ. നമ്മൾ ഇതിന്റെ മുമ്പും ഇതേ വാക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. റൂട്ട് ലെറ്റേഴ്സ് റിപ്പീറ്റഡ് ആയതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. മിൻഹ, അതിൽ നിന്ന്, ജമിഅൻ, എല്ലാവരും, ജീം മീം ഐൻ, ഇതും മുമ്പ് പറഞ്ഞിട്ടുള്ള റൂട്ടാ. ഫ ഇമ്മ യഅതിയന്നകും, ഇവിടെ ഫ അപ്പോൾ അല്ലെങ്കിൽ എന്നിട്ട്, ഇമ്മ ഇമ്മ എന്ന് പറഞ്ഞാൽ വെനെവർ, എപ്പോഴൊക്കെ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്നുള്ളതിനേക്കാളും എപ്പോഴൊക്കെ, അതായത് എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ എപ്പോഴൊക്കെ വന്നാലും അങ്ങനെ ചെയ്യണം എന്ന് പറയില്ലേ, ആ ഒരു അർത്ഥമാണ് ഇമ്മ, ഇംഗ്ലീഷിൽ വെനെവർ എന്ന് പറയുന്നത്. യഅതിയ, വരിക, അതായത്തി വര, അന്ന, അതിന്റെ ഇടയ്ക്ക് ഒരു നൂൻ ശ്രദ്ധയുണ്ട്, അത് നമ്മൾ ഇന്ന പറയുന്നത് പോലെ ആ ഒരു സ്ട്രെസ് കൊടുക്കുക, നിശ്ചയമായും. ഓക്കെ, ഫ ഇമ്മ യഅതിയന്നകും, നിങ്ങൾക്ക്. അപ്പം അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും വരുന്നോ. അപ്പൊ എന്താണ് വരുന്നത് നോക്കാം. മിന്നി, മിന്നി എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന്, മിൻ പ്ലസ് അനയാണ്, മിൻ പ്ലസ് യാ, എന്നിൽ നിന്ന്. മിൻ എന്ന് പറഞ്ഞാൽ നിന്നാണ്, മിൻ പ്ലസ് അന അല്ലെങ്കിൽ മിൻ പ്ലസ് യാ ആണ്. മിന്നി, എന്നിൽ നിന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന്, ഹുദൻ, മാർഗദർശനം. കുറേ പ്രാവശ്യം പഠിച്ചൊരു, അല്ല, ഒരു പല ഫോമാറ്റിൽ നമ്മൾ കണ്ട ഒരു വാക്കാണ് അല്ലെ, ഹിദായ. ഫമൻ, അപ്പോൾ ആര്, ഫ പ്ലസ് മൻ. തബിഅ, പിൻപറ്റുക. ത ബ ഐൻ, ഇതൊരു പുതിയ റൂട്ടാണ്. തബിഅ, പിൻപറ്റുക. താബിഈങ്ങൾ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലെ, സ്വഹാബിമാരുടെ പിൻഗാമികള്. ഹുദായ, എന്റെ മാർഗദർശനത്തെ. ഹുദ പ്ലസ് യാ ആണ് ഇവിടെ. ഹുദായ, എന്റെ മാർഗദർശനത്തെ. ഫല, അപ്പോൾ അല്ല. ഖൗഫുൻ, സോറി, അപ്പോൾ ഇല്ല. ഖൗഫുൻ, ഭയം. ഖൗഫ്, ഖ വാവ് ഫ. ഖൗഫ് എന്ന് പറയുമ്പോൾ ഒരു ഭയവും, ഞാൻ പറഞ്ഞു, നമ്മൾ അൽ ഇല്ലാത്ത, അല്ലെ, മാരിഫ അല്ലാത്ത, ഡെഫിനിറ്റ് അല്ലാത്ത ഒരു വാക്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് തൻവീനുള്ള ഒരു വാക്കാണെങ്കിൽ, അത് ഏതെങ്കിലും ഒരു തരത്തിലും എന്നുവെച്ചാൽ ഇന്നത് എന്ന് പറയാണ്ട് യാതൊരു ഭയവും ഇല്ലാത്ത, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേറെ മതാഉൻ ഒക്കെ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു അല്ലെ, ഏത് രീതിയിലുള്ള വിഭവവും കിട്ടിയേക്കാം. അതേപോലെ ഖൗഫുൻ, ഒരു തരത്തിലുള്ള ഭയവും എന്നർത്ഥം വരും. അലൈഹിം, അലൈഹിം എന്ന് വെച്ചാൽ അല പ്ലസ് ഹിം, അവരുടെ മേൽ, അവർക്ക്. വലാഹും, വ പ്ലസ് ല പ്ലസ് ഹും, അവർക്ക് ഇല്ലതാനും. യഹ്സനൂൻ, അവർ ഇല്ലതാനും. യഹ്സനൂൻ, എന്താണ്, ദുഃഖിക്കുക. ഹ സൈ നൂൻ, യഹ്സനൂൻ, ദുഃഖിക്കുക. അപ്പം അവർ ദുഃഖിക്കുകയും ഇല്ല. അടുത്തായത് വല്ലദീന, യാതൊരുവർ. കഫറു,
അവർ നിഷേധിച്ചു. ഇവിടെ കഫറു അവസാനം വാവ് വന്നത് കൊണ്ടാണ് അത് അവരായത് പ്ലൂരൽ ആവുന്നത്. വഖദബു അവർ കളവാക്കുകയും ചെയ്തു. ഇതേപോലെ അവസാനം വാവ് വന്നതുകൊണ്ട് പ്ലൂരൽ ആണ്. ബി ആയാത്തിന, ബി പ്ലസ് ആയാത്ത് പ്ലസ് ന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ. ഹംസ യ ആണ് റൂട്ട്. ഉലായിക അക്കൂട്ടർ, അസ്ഹാബ് റൂട്ട് സ്വാദ് ഹ ബ, കൂട്ടുകാർ അല്ലെങ്കിൽ കമ്പാനിയൻസ്. സ്വഹാബി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, അതിന്റെ പ്ലൂരലാണ് അസ്ഹാബ്, സ്വഹാബിന്റെ പ്ലൂരലാണ് അസ്ഹാബ്. അപ്പം സംഭവം കൂട്ടുകാർ എന്നാണെങ്കിലും ഇവിടെ നരകത്തിന്റെ കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് നരകത്തിന്റെ ആൾക്കാർ എന്നാണ് പറയുന്നത്. ഓക്കെ, കോണ്ടെക്സ്റ്റ് മാറുമ്പോൾ നമ്മൾ അർത്ഥം ഒന്ന് കറക്റ്റ് ആയിട്ട് എഴുതുന്നേ ഉള്ളൂ. അന്നാർ നരകത്തിന്റെ, ഹും അവർ, ഫീഹ അതിൽ, ഖാലിദൂൻ സ്ഥിരതാമസക്കാരാകുന്നു. ഈ വാക്കും നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് തഫ്സീറിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. അപ്പൊ കുൽന നാം പറഞ്ഞു, കുൽന നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു അല്ലെ, പ്ലൂറൽ ഉപയോഗിക്കാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു തആല സ്വയം എന്താണ് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് പറയണം. നാം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇഹ്ബിതു മിൻഹ നിങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങി പോവുക. ഈ ഇഹ്ബിതു മുമ്പേയും പറഞ്ഞിട്ടുണ്ട് അല്ലെ, രണ്ടായത്തിലും മുമ്പേ, രണ്ടായത്ത് മുമ്പേയും കൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ആദം അലൈഹി ഇസ്ലാമിനോടും ഹവായോടും ഇബ്ലീസിന്റെ അടുത്തും പറഞ്ഞതാണ് നിങ്ങൾ ഇറങ്ങി പോകൂന്ന് അല്ലെ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന്. അപ്പൊ ഇവിടെ എന്തിനാ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്തത്? കാരണം ഇതിനിടയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു അല്ലെ, ആദം അലൈഹി ഇസ്ലാമിന് പുറത്തു കൊടുത്ത കാര്യം, ഖതലഖ ആദമ. അപ്പം ആ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുത്ത കാര്യം പറഞ്ഞതുകൊണ്ട് അല്ലാഹു പുറത്തു കൊടുത്തത് കൊണ്ട് അവർക്ക് സ്വർഗത്തിൽ എന്നെന്നും താമസിക്കാം എന്നൊരു അർത്ഥമില്ല. പുറത്തു കൊടുത്തു എന്നാലും എന്താണ്, ആദം അലൈഹി ഇസ്ലാമിനും ഹവ്വായ്ക്കും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുത്തു എന്നാലും അവര് ഭൂമിയിലേക്ക് പോവുക തന്നെ വേണം. കാരണം അതാണ് പ്ലാൻ അല്ലേ, ഓൾറെഡി അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ പ്ലാൻ അതാണ്. ഇവിടെ ഈ ഒരു ചെറിയൊരു സമയം അല്ലാഹു സുബ്ഹാനഹു തആല എന്തിനാ അനുവദിച്ചത് എന്നുള്ളതിന്റെ ഹിക്മത്തൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. അപ്പം അവരെ സ്വർഗത്തിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല, അവരെന്തായാലും പോയേ മതിയാവും. അപ്പം പൊതുവെ ആൾക്കാർക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു ഒരു ചിന്തയുണ്ടോ, ആദം അലൈഹി ഇസ്ലാം ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ സ്വർഗത്തിലാകുമായിരുന്നു അല്ലെ. അത് തെറ്റാണ്, അത് തെറ്റിദ്ധാരണ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതുകൊണ്ട് ഇവിടെ വീണ്ടും എടുത്തു പറയണ രണ്ടാമത്തെ പ്രാവശ്യവും അവർക്ക് ഞാൻ പുറത്തു കൊടുത്തു, പക്ഷേ എന്നാലും അവർ ഭൂമിയിലേക്ക് പോയേ മതിയാവും. കാരണം അവർ ഭൂമിയിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലെ. ഭൂമിയിലുള്ള സാധനങ്ങളോ കാര്യങ്ങളൊക്കെയാണ് ആദം അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചത്. അപ്പൊ ഭൂമിക്ക് വേണ്ടി റെഡിയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്. അപ്പം ജമിയ നമ്മൾ ജമാഅത്ത് എന്നൊക്കെ പറയുന്ന പോലെ ജീൻ മീം ആയിനാണ്, ജീം മീം ആയിനാണ്. അപ്പം നിങ്ങൾ എല്ലാവരും പോകൂ എന്നുള്ള അർത്ഥത്തിലാണ് ജമിയാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകും. ഇമ്മ അപ്പോൾ എപ്പോഴൊക്കെ, ഇമ്മ ഞാൻ പറഞ്ഞു എപ്പോഴൊക്കെ, ഏതൊക്കെ സമയത്ത്, അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യത്തിനാണ് ഇമ്മ എന്ന് പറയുന്നത്. യഅതി അന്നക്കും നിങ്ങളിലേക്ക് വരുന്നുവോ, യഅതി അന്ന നമ്മൾ പറഞ്ഞു അത്തായത്തി വരിക, അന്ന നിശ്ചയമായും, കും നിങ്ങളിലേക്ക്. അപ്പൊ എപ്പോഴൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്ത്, മിന്നി എന്നിൽ നിന്ന്, ഹുദൻ എന്ത് ഹിദായത്ത്. അപ്പൊ എപ്പോഴൊക്കെ നിങ്ങളിലേക്ക് ഹിദായത്ത് വരുന്നുവോ. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഹിദായത്ത് മനുഷ്യന്മാരിലേക്ക് അയക്കുന്നത്? പ്രവാചകന്മാര് വഴി അല്ലെ, നബിമാര്, ഗ്രന്ഥങ്ങള്, വഹി ഒക്കെ ഇറക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഹിദായത്ത് ഇറക്കും. എന്നിട്ട് എന്താ പറയുന്നത്, ഫമൻ തബിഅ ഹുദായ ആര് എന്റെ ഹിദായത്തിനെ ഫോളോ ചെയ്യുന്നുവോ, തബിഅ തബഅൻ ഫോളോ ചെയ്യുക, പിന്തുടരുക. ഓക്കെ, ആര് ഫോളോ ചെയ്യുന്നുവോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഇതാ നിങ്ങളോട് പൊയ്ക്കോന്ന് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ മുസ്തഖറുണ്ട്, മതാ ഉണ്ട് അല്ലെ, ഒരു നിശ്ചിത സമയം വരെ നിങ്ങൾക്ക് താമസിക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ട്. അതാണ് നിങ്ങളുടെ ഭൂമി, നിങ്ങൾക്ക് ഭൂമിയിലേക്ക് പോവാം. എന്നാൽ ഭൂമിയിലുള്ള നിങ്ങളുടെ ജേർണി എന്ന് പറയുന്നത്, യാത്ര എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ അങ്ങോട്ട് വിട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പോലെ അലഞ്ഞു തിരിയാനുള്ളതൊന്നും അല്ല. ഞാൻ നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് ഹിദായത്ത് എത്തിച്ചുകൊണ്ടേയിരിക്കും. അത് മനുഷ്യരാശിക്ക് മൊത്തത്തിലുള്ളതാണ്. ആദം അലൈഹി ഇസ്ലാമിനെ ഭൂമിയിലേക്ക് അയച്ചപ്പം അല്ലാഹു സുബ്ഹാനഹു തആല അവസാനം വരെ അല്ലാഹു ഇങ്ങനെ ഹിദായത്ത് തന്നുകൊണ്ടേയിരിക്കും. അത് പല രീതിയിൽ തന്നുകൊണ്ടേയിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്, പല പ്രവാചകന്മാർ വഴി, പല ഗ്രന്ഥങ്ങൾ വഴി. ഇനി അവസാനത്തെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുമ്പോൾ ഇത് ഇനി അങ്ങോട്ടുള്ള എല്ലാ മനുഷ്യരാശിക്കുമുള്ള എന്താണ് ഹിദായത്തായിട്ട് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയില്ലേ. അപ്പൊ അല്ലാഹു ഹിദായത്ത് തന്നുകൊണ്ടേയിരിക്കും.
അതാണ് ഫ ഇമ്മ എന്ന് പറഞ്ഞത്, തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അപ്രകാരം ഹിദായത്ത് വരുമ്പോ, അപ്രകാരം പ്രവാചകന്മാര് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പം ആര് അതിനെ പിന്തുടരുന്നുവോ, ഫമൻ തബിഅ ഹുദായ, എന്റെ ഹിദായത്തിനെ ആര് പിന്തുടരുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയവുമില്ല വിഷമവുമില്ല. ആദ്യം ഭയം, ഖൗഫ് അല്ലെ, ഖ വാവ് ഫ, ഭയം. വലാഹും യഹ്സനൂൻ, ഹുസ്ന, ഹ സൈ നൂൻ. ഹുസ്ന എന്ന് പറഞ്ഞാൽ വിഷമം, കുറ്റബോധം, സങ്കടം എന്നൊക്കെയുള്ള അർത്ഥം. ഓക്കെ, നമുക്ക് എന്താണ് ഭയം ഉണ്ടാക്കുക? പൊതുവെ ഭാവിയെ കുറിച്ച് ആലോചിച്ചാണ് എല്ലാവർക്കും ഭയം അല്ലെ. അതെന്താവും, അങ്ങനെ സംഭവിക്കോ, ഇങ്ങനെ സംഭവിക്കോ, എന്താവും, അതാണ് ഭയം. വിഷമോ, നമ്മളെ ജീവിതത്തിൽ ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾക്കാണ് വിഷമം വരുന്നത് അല്ലെ. അപ്പം ആര് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹിദായത്തിലായിരിക്കുന്നുവോ, അതുകൊണ്ട് അവനിനി എന്തൊക്കെ അവന്റെ ജീവിതത്തിൽ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടെങ്കിലും, അതൊരു തെറ്റാണെങ്കിലും, ഇനി ഒരു പരീക്ഷണമാണെങ്കിലും, ഒരു എന്തെങ്കിലും രീതിയിലുള്ള കലാമിറ്റീസ് ആണെങ്കിലും അതിനെക്കുറിച്ച് അവൻ വിഷമിക്കൂല. ആര്? അള്ളാഹുവിന്റെ ഹിദായത്ത് പിന്തുടർന്നവൻ. അവൻ എന്ത് ചെറിയ കാര്യമാണെങ്കിലും, അല്ലോ അങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ ആയിപ്പോയല്ലോ, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവൻ ആലോചിക്കുകയില്ല, വിഷമിക്കുകയില്ല. കാരണം അവനറിയാം അതൊരു പരീക്ഷണമാണെങ്കിൽ, ഒരു പ്രയാസമാണെങ്കിൽ, ഒരു കലാമിറ്റി ആണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് ക്ഷമിക്കുന്നത് വഴി അവന് പ്രതിഫലം കൊടുക്കും. ഇനി ഒരു തെറ്റ് പറ്റിപ്പോയതാണെങ്കിൽ അവന് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങാം. അതുവഴി അള്ളാഹുവിന്റെ കാരുണ്യവും കിട്ടും, പൊറുക്കലും കിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു യഥാർത്ഥ മുഅ്മിന് എന്റെ പാസ്റ്റ് അങ്ങനെ ആയിപ്പോയി, ഞാൻ അത് ഭയങ്കര സങ്കടമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് എടുത്തു വെച്ച് പറഞ്ഞ് അതിനെക്കുറിച്ച് പരാതി പറയൂല. ഇനി ഭാവിയെ കുറിച്ചിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി നോക്കും, വളരെ പോസിറ്റീവായിട്ടേ ചിന്തിക്കുകയുള്ളൂ. കാരണം അവനറിയാം എനിക്ക് കഴിയുന്നതിന്റെ ബെസ്റ്റ്, അള്ളാഹു സുബ്ഹാനഹു തആല എന്നിലേക്ക് എത്തിച്ച ഹിദായത്ത് എടുത്ത് അതിനെക്കുറിച്ച് പഠിച്ച് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തെറ്റ് പറ്റുമ്പോൾ ഞാൻ റബ്ബിലേക്ക് മടങ്ങുന്നുണ്ട്. മുഅ്മിന്റെ കാര്യമാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെയൊക്കെ ആ ഒരു ബക്കറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കട്ടെ. ആമീൻ. അപ്പം ഒരു തരത്തിലുള്ള ഭയവും ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള വിഷമവും അവന് ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു തആല തവ്വാബുർ റഹീം ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാലും അവനറിയാം ഇത് തിരുത്തി മടങ്ങാൻ ഒരു അവസരമുണ്ട്. മടങ്ങാൻ വെറും അവസരമല്ല, അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു തരാൻ മാത്രമല്ല ചെയ്യുന്നത്, തവ്വാബിന്റെ കൂടെയൊക്കെ അള്ളാഹു റഹീമാണെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നില്ലേ. അപ്പൊ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നമുക്ക് എക്സ്ട്രാ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാനുള്ള അവസരമാണ്. സുബ്ഹാനല്ലാഹ്, തെറ്റ് ചെയ്തിട്ട് അവസരം തരാൻ ആരുണ്ട് അല്ലെ? ആരുണ്ട്? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഹിദായത്തിലായിരിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് ആണ്, ഏറ്റവും വലിയൊരു റിസൾട്ട് ആണ്, അല്ലെങ്കിൽ ഗിഫ്റ്റ് ആണ് എന്ത്? ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അവന് ഭയപ്പെടേണ്ട കാര്യമില്ല, അവന് യാതൊരു തരത്തിലുള്ള വിഷമവുമില്ല. സുബ്ഹാനല്ലാഹ്. ശരിക്കും ദുനിയാവിലാണെങ്കിൽ തന്നെയും ഈമാനുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനത്തെ യാതൊരുവിധ ആങ്സൈറ്റിയും ഇല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ഡിപ്രഷൻ അവരെ ബാധിക്കുന്നില്ല. കാരണം അവരുടെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് അല്ലോ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്നാലും അവരങ്ങനെ ചെയ്തതുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, ഞാൻ അന്ന് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ആലോചിച്ച് അവര് കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല. കഴിഞ്ഞതിൽ തെറ്റുകൾ തിരുത്താൻ വേണ്ടി മാത്രം നോക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. എത്ര വലിയ പരീക്ഷണങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു തആല അതെനിക്ക് പ്രതിഫലം തരാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഞാനൊരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതുവഴി എന്റെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അൽഹംദുലില്ലാ. അവരുടെ പഴയ തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് സമയം കളയുന്നതിനേക്കാളും അവർ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങി ബുദ്ധിയുള്ളവരായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ റഹ്മത്ത് തേടാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഭാവിയെ വളരെ പോസിറ്റീവായിട്ട് ഹോപ്പ്ഫുൾ ആയിട്ട് നോക്കി കണ്ട് ഏറ്റവും ബെസ്റ്റ് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സുബ്ഹാനല്ലാഹ്. കാരണം അവർക്ക് തവക്കുലുണ്ട് അല്ലെ, ഭയപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. എന്തെന്നാണെങ്കിലും റബ്ബ് നോക്കിക്കോളും. കാരണം അള്ളാഹു അൽ ഖദീർ ആണ് അല്ലെ. നമ്മൾ ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഒരുപാട് പറഞ്ഞതാണ്. അള്ളാഹു അൽ ഖദീർ ആണ്. ഒന്നിനെ കുറിച്ച് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ കുഞ്ഞു കാര്യവും, നമ്മൾ അതിനകത്ത് പറഞ്ഞ ഉദാഹരണം തലയിൽ നിന്ന് മുടി കൊഴിയുന്ന കാര്യമായിരുന്നു അല്ലെ. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖദറിലുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അടുത്ത നേരത്തെ എന്റെ ഭക്ഷണം അത് റബ്ബിന്റെ ഖദറിലുള്ളതാണ്. എന്റെ മക്കളുടെ ഹിദായത്ത് അത് റബ്ബിന്റെ ഖദറിലുള്ളതാണ്. എന്തായിക്കോട്ടെ, എന്റെ റിസ്ക്, എന്നിലേക്ക് വരേണ്ട ഇൽമ് എല്ലാം റബ്ബിന്റെ ഖദറിലുള്ളതാണ്. എന്റെ സുരക്ഷ,
എല്ലാം റബ്ബിന്റെ ഖദറിലുള്ളതാണ്. അപ്പൊ ഈ ഖദറിൽ വിശ്വാസമുള്ള മുഅ്മിൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ കൂടെ അവന് അറിയാം അവൻ എന്താ ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും റബ്ബിലേക്ക് തിരിയുക, റബ്ബിനെ സുജൂദ് ചെയ്യുക, റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുക, റബ്ബിനോട് യാചിച്ചുകൊണ്ടിരിക്കുക, റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അതേ എനിക്ക് ചെയ്യാനുള്ളൂ. എനിക്ക് വേറെ വിഷമിക്കാനൊന്നും ഇല്ല. അപ്പം വിശ്വാസം ഈമാൻ ഉണ്ടായി കഴിഞ്ഞാല് വിഷമിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഹിദായത്തിനെ ശരിയായ രീതിയിൽ ഫോളോ ചെയ്യുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മുടെ മനസ്സുകളിൽ ഭയങ്ങളുണ്ടോ? അതെന്താവും, ഇതെന്താവും, നാളെ അങ്ങനെ എന്താവും, എന്റെ മക്കളെ കാര്യം എന്താവും, എന്റെ ഭർത്താവിന്റെ കാര്യം എന്താവും, എന്റെ കുടുംബത്തിന്റെ കാര്യം എന്താവും, സമ്പത്ത്, അത് ഇത്. ഇനി എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടല്ലോ, എന്റെ ജീവിതം അങ്ങനെയാണല്ലോ, സുബ്ഹാനല്ലാഹ്, മനസ്സിന് വിഷമങ്ങളുണ്ടോ? ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സെന്റൻസിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന ഈ ഒരു ഉറപ്പിനൊരു കോൺട്രഡിക്ഷൻ ആണ് അതല്ലേ. അപ്പൊ നമ്മൾ നമ്മളോട് ചോദിക്കുക, അള്ളാഹുവിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും റോങ് ആവില്ല. അപ്പം എനിക്ക് ഭയമുണ്ടോ, എനിക്ക് വിഷമമുണ്ടോ എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഹിദായത്ത് ശരിക്കും ഫോളോ ചെയ്യുന്നുണ്ടോ? നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് വിഷമം വരുന്ന സമയത്ത് നമ്മൾ നമ്മളോട് പറയാ, ഇത് ഞാൻ എന്തെങ്കിലും ചെയ്തത് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, എന്റെ ജീവിതത്തിൽ അങ്ങനെ അത് സംഭവിച്ചത് കൊണ്ടല്ല, പക്ഷെ എന്റെ റബ്ബുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എന്റെ ഈ വിഷമത്തിന് കാരണം, എന്റെ തെറ്റുകളാണ് എന്റെ ഈ വിഷമത്തിന് കാരണം. ഇതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, ടേൺ ബാക്ക്, ഹിദായത്തിലേക്ക് തിരിച്ചു പോവുക, ഹിദായത്തിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. അത് ശരിയായ രീതിയിൽ തന്നെ മടങ്ങണം. നമ്മൾ വിചാരിക്കും, ഞാൻ റബ്ബിലേക്ക് മടങ്ങിയിട്ടുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ടോ, ഞാൻ അങ്ങനെ ആക്കട്ടെ ഇങ്ങനെ ആക്കുന്നൊക്കെ. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ ഖൗഫും ഹുസ്നും നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ മടങ്ങലിന് എവിടെയോ ഒരു ശരികേട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ആ ഒരു ഖൗഫും ഹുസ്നും ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോഴും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളുടെയൊക്കെ മനസ്സുകൾ എപ്പോഴും വിഷമങ്ങളും ഭയങ്ങളും കാരണം ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സുകളാണെങ്കിൽ, റബ്ബിന്റെ ഇബാദത്തിലും റബ്ബിന് വേണ്ടിയിട്ട് ഇൽമ തേടുന്നതിലും റബ്ബിന് വേണ്ടിയിട്ട് റബ്ബിന്റെ ദീനിന് വേണ്ടി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിലും നമുക്ക് നമ്മളുടെ മനസ്സിന്റെ ഇളകി മറിച്ചിലുകൾ തടസ്സം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആയത്തിലേക്ക് തിരിച്ചു വരാം. ഇതേപോലെ ഒരുപാട് ആയത്തുകൾ ഇനിയും വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വാക്കുകൾ ഒരിക്കലും തെറ്റാവില്ല. അപ്പം എന്റെ ഏതോ ഒരു പാർട്ട് അല്ലേ, അതിൽ നമുക്ക് ചെയ്യാനുള്ള പാർട്ട് ഫസ്റ്റ് പാർട്ടാണ് ഫമൻ തബിഅ ഹുദായ. നമ്മൾ ആ ഒരു ഹിദായത്ത് പിന്തുടരുന്നതിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക. ഇനി ഇതിന് വേറൊരു അർത്ഥം കൂടെ ഉള്ളത്, അതായത് ആര് ഹിദായത്ത് ഫോളോ ചെയ്യുന്നോ അവരുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? സ്വർഗമാണ്. സുബ്ഹാനല്ലാഹ്. അവര് സ്വർഗത്തിലാണെങ്കിലും അവർക്ക് അവിടെ യാതൊരുവിധ ഭയവും ഇല്ല അല്ലെ. ഇവിടുന്ന് എന്നെ പുറത്താക്കുമോ എന്നുള്ള പേടി അവർക്കില്ല. ഇവിടെയുള്ള എന്റെ അനുഗ്രഹങ്ങൾ എടുത്തു കളയോ എന്നുള്ള പേടിയില്ല. കാരണം നമ്മള് യൗമുൽ ആഖിറ കഴിഞ്ഞ് പിന്നെ സ്വർഗത്തിൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ പുറത്താക്കലില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പം ഫമൻ തബിഅ ഹുദായ, ആര് ഹിദായത്ത് ഫോളോ ചെയ്തോ അവര് സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇത് നഷ്ടപ്പെട്ടു പോവോ എന്നുള്ള പേടി അവർക്ക് ഇല്ല. വലാഹും യഹ്സനൂൻ, അവർക്ക് പഴയതിനെ കുറിച്ച് ആലോചിച്ചുള്ള വിഷമവും കുറ്റബോധവും അതും ഇല്ല. സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തൗബ ചെയ്യലും ഒരു കുറ്റബോധവും ഒന്നും ഇല്ലല്ലോ അല്ലെ. ദുനിയാവിൽ അല്ലോ ഞാൻ അത് ചെയ്തല്ലോ ഇത് ചെയ്തല്ലോ എന്നുള്ള ഒരു ഇതുമില്ല. നമ്മളെന്താണ് തൃപ്തിയുള്ളവരാണ് അവിടെ. സുബ്ഹാനല്ലാഹ്. അവര് നേടിയതിൽ തൃപ്തിയുള്ളവരാണ്, സന്തോഷമുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്ത പ്രതിഫലത്തിൽ സന്തോഷമുള്ളവരാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ശരിക്കും ഭൂമിയിലും കിട്ടും. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അപ്പൊ ആ ഒരു ഇൻഡിക്കേഷനിലേക്ക് നമ്മൾ ഭൂമിയിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്ത്? ഫമൻ തബിഅ ഹുദായ, അല്ലെ, അള്ളാഹുവിന്റെ ഹിദായത്ത് ഫോളോ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഖുർആൻ ഫാത്തിഹയിൽ തുടങ്ങിയതേ എന്താണ്? ഹിദായത്ത് ചോദിച്ചുകൊണ്ടാണ്. ബഖറ തുടങ്ങിയത് എന്താണ്? ഖുർആനിൽ ഹിദായത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞു ആർക്കാ ഹിദായത്ത് ഉള്ളത്? മുത്തഖീങ്ങൾക്കാണ്. മുത്തഖീങ്ങളുടെ ലക്ഷണങ്ങൾ പറഞ്ഞു. എന്തൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇനി 39ാമത്തെ ആയത്തിന്റെ തഫ്സീർ നോക്കാം ഇൻഷാ അല്ലാഹ്. വല്ലദീന കഫറു. അപ്പൊ ഇത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പറയാണ് അല്ലെ. അപ്പം യാതൊരുവൻ നിഷേധിച്ചുവോ, ആര് അവിശ്വസിച്ചുവോ, ഇബ്ലീസിനെ പോലെ അല്ലെ. ഇബ്ലീസ് നിഷേധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചപ്പോ ഇബ്ലീസ് നിഷേധിച്ചു, ഇബ്ലീസ് അനുസരണക്കേട് കാണിച്ചു. കെദബു എന്ന് പറയുന്നത് കെദിബ് എന്നുള്ള വാക്കിൽ നിന്നാണ്. കാഫ് ദാൽ ബ. കെദിബ് എന്ന് പറഞ്ഞാൽ കളവ് പറയാം. കെദബ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളെ കളവാക്കുക അല്ലെങ്കിൽ കള്ളനാണെന്ന് പറയാ, കളവാണ് പറഞ്ഞത് എന്ന് പറയാ. അതായത് എന്തെങ്കിലും ഒരു കാര്യം കളവാണെന്ന് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അതിനാണ് കെദബ എന്ന് പറയുന്നത്. കെദബു, അവർ നിഷേധിച്ചു അല്ലെങ്കിൽ അവർ കളവാക്കി. എന്തിനെയാണ് അവർ നിഷേധിച്ചത്? ബി ആയാത്തിന, നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ, നമ്മളുടെ ആയാത്തുകളെ. ആയത്തിന്റെ പ്ലൂറലാണ് ആയാത്ത്.
ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഒരു വചനം അല്ലെ, ആയാത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ വചനങ്ങൾ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വചനങ്ങൾ അല്ലെ, എന്താണ് അള്ളാഹുവിന്റെ വചനങ്ങള്? ഹിദായത്ത്. ഖുർആൻ ഹിദായത്ത് അല്ലേ, അല്ലെ? ഖുർആനിൽ ഹിദായത്ത് ഉണ്ടെന്നല്ല അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആനിനെ, അള്ളാഹുവിന്റെ ഹിദായത്തിനെ അവര് നിഷേധിച്ചു. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ഭയങ്കര ഖുർആൻ പഠിക്കുന്നവരും അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ അതിന്റെ ഖുർആന്റെ ഹിദായത്തിലേക്ക് എത്തിയിട്ടില്ല അല്ലെ. ഖുർആൻ പഠിക്കുന്നുണ്ട്, ബൈഹാർട്ടാക്കുന്നുണ്ട്, അതിൽ നിന്ന് ഇപ്പൊ പ്രത്യേകിച്ച് ജീവിതത്തിലേക്ക് ഇപ്പൊ കൊണ്ടുവരാനുള്ളതൊന്നും അത് നമുക്ക് വേറെ പല സ്ഥലത്തും പോയി അന്വേഷിക്കണം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട് അല്ലെ. ഒരുപാട് പഠിച്ചവർ പോലും അങ്ങനെ പറയുന്നവരുണ്ട്. ഈ ഖുർആാനൊന്നും ഇപ്പൊ അത് കേട്ട് പഠിച്ചിട്ട് മാറിയിട്ട് എവിടെ എത്താനൊന്നും പറ്റൂല എന്നുള്ള. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല പറയണ അവരെന്താണ്? ഖുർആനിലെ ആയത്തുകളെ കളവാക്കിയവരാണ്. അപ്പം ആദ്യം നമ്മള് തൊട്ടു മുമ്പേ പറഞ്ഞത് ഖുർആനിലെ ഹിദായത്തിനെ ഫോളോ ചെയ്തവരെ കുറിച്ചാണ് അല്ലെ. അവർക്ക് എന്താണ് റിസൾട്ട്? ഇപ്പം ഖുർആനിലെ ഹിദായത്തിനെ ഫോളോ ചെയ്യാത്തവരെ, ഖുർആനിലെ ഹിദായത്ത് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഫോളോ ചെയ്യാത്തവരെ, സുബ്ഹാനല്ലാഹ്, അറിഞ്ഞിട്ടും ഫോളോ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചവരെ, സുബ്ഹാനല്ലാഹ്, നമ്മൾ തേടിയാലേ കിട്ടുള്ളൂ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഉറപ്പ് തന്ന കാര്യം. പക്ഷെ നമ്മളുടെ മനസ്സിൽ അതിന് ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹു അത് എത്തിച്ചു തരും. അതിന്റെ തെളിവാണ് പലരും അൽഹംദുലില്ലാഹ് പലരും വന്ന് പറയാറുണ്ട്, ഞാൻ ദുആ ചെയ്തിരുന്നു, ഇതൊന്നും ശരിക്കും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളൊക്കെ തേടിയതിന് തന്ന ഉത്തരമായിരിക്കാം. അൽഹംദുലില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം ആരല്ലാഹുവിന്റെ ഈ ആയത്തുകളെ നിഷേധിക്കുന്നുവോ, ആരല്ലാഹുവിന്റെ ഹിദായത്തിനെ നിഷേധിക്കുന്നുവോ അല്ലെ, വല്ലദീന കഫറു വകദ്ദബു. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇബ്ലീസിനെ കൊണ്ട് മാത്രം പറയുന്നതാണ്, ഈ കഫറും കെദ്ദബും ഒക്കെ. നമ്മളും അറിഞ്ഞോ അറിയാതെയോ ഈ കഫറൂലും കെദ്ദബൂലും ഒക്കെ പെടുന്നുണ്ട്. ഇപ്പോ അള്ളാഹുവിന്റെ ആയത്തുകളിൽ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല എന്നും പറഞ്ഞ് ഖുർആൻ അല്ലാത്തതിന്റെ പിന്നാലേക്ക് പോകുന്നവർ, സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പക്ഷേ അത് മനസ്സിലാകാത്തിടത്തോളം കാലം നമുക്ക് റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കും. പക്ഷെ മനസ്സിലായിട്ടും ഇല്ല ഇതൊന്നും ഇപ്പൊ എല്ലാം ഒന്നും അനുസരിക്കല് നടക്കൂല, ഭൂമിയിൽ എല്ലാത്തിന്റെയും പിന്നാലെ ഒന്നും പോയാൽ ശരിയാവൂല നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെയും ഈ വല്ലദീന കഫറു വകദ്ദബൂൽ പെട്ടുപോകും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കട്ടെ, ആമീൻ. അപ്പം ഉലായിക അവർ അസ്ഹാബുൻ നാർ. അസ്ഹാബ് ഞാൻ പറഞ്ഞു സ്വാഹിബിന്റെ പ്ലൂറലാണ്. സ്വാഹിബ് സ്വാദ് ഹ ബ. സുഹ്ബ എന്ന് പറഞ്ഞാല് കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. എന്തിന്റെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരാളുടെ ഫ്രണ്ട്ഷിപ്പിലായിരിക്കും അല്ലെങ്കിൽ കമ്പനിയിൽ ആയിരിക്കുക. അപ്പൊ ഇവിടെ വല്ലദീന കഫറു വകദ്ദബു ആരുടെ കമ്പാനിയൻഷിപ്പിലാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആരുടെ അസ്ഹാബാണെന്നാണ് പറയുന്നത്? അന്നാർ, നരകത്തിന്റെ കൂട്ടുകാരാണ്. അതായത് അവര് നരകത്തില് ആയിരിക്കും, അവര് നരകത്തിന്റെ ആളുകളായിരിക്കും. ഹും ഫീഹ, അതിൽ ഖാലിദൂൻ, എന്നെന്നും അവര് നരകത്തിന്റെ ആളുകൾ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. ഖാലിദ് എന്ന് പറയുന്നത് ഖ ലാം ദാൽ, അവരൊരിക്കലും നരകത്തിൽ നിന്ന് പുറത്തു വരില്ല. അങ്ങനെ നമ്മളുടെ മുമ്പിൽ ഇവിടെ രണ്ട് ക്ലിയർ ആയിട്ടുള്ള വഴികൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇട്ടു തന്നിട്ടുണ്ട് അല്ലെ. ആര് നിഷേധിക്കുന്നു അള്ളാഹുവിന്റെ ഖുർആനിനെ, അതിനകത്തുള്ള ഹിദായത്തിനെ നിഷേധിക്കുന്നു, അവർക്ക് ഒരു വഴി. ആര് അള്ളാഹുവിന്റെ ഖുർആനിനെ അല്ലെങ്കിൽ ഹിദായത്തിനെ സ്വീകരിക്കുന്നുവോ അവർക്ക് വേറൊരു വഴി അല്ലെ. നിഷേധിച്ച് അള്ളാഹുവിനെതിരെ അഹങ്കാരത്തോടു കൂടി നിൽക്കുന്നവർക്ക് ഒരു വഴി, അള്ളാഹുവിന്റെ ഖുർആനിനെയും ആയത്തുകളെയും ഹിദായത്തിനെയും സ്വീകരിക്കുന്നവർക്ക് വേറൊരു വഴി. ആദം അലൈഹി ഇസ്ലാമിന്റെ മലായിക്കത്തിന്റെ എക്സാമ്പിൾ എന്തായിരുന്നു? അവര് സ്വീകരിച്ചവരാണ് അല്ലെ, അവരവരുടെ തെറ്റിനെ ഏറ്റു പറഞ്ഞവരാണ്, അവര് തൗബ ചെയ്ത് മടങ്ങിയവരാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വത്തെ വാഴ്ത്തിയവരാണ്. എന്നാൽ ഇബ്ലീസിന്റെ വഴി ഇതെല്ലാം നിഷേധിക്കലായിരുന്നു, അഹങ്കാരമായിരുന്നു അല്ലെ. അപ്പൊ രണ്ടുപേരുടെയും അവസാനം വ്യത്യസ്തമാണ്. ആര് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഒബേ ചെയ്യുന്ന, അനുസരിക്കുന്നുവോ, അള്ളാഹുവിന് കീഴൊതുങ്ങുന്നുവോ, അള്ളാഹുവിന്റെ ഹിദായത്തിനെ സ്വീകരിക്കുന്നുവോ, അള്ളാഹുവിന്റെ ഹിദായത്ത് വരുമ്പോഴൊക്കെ അത് സ്വീകരിച്ച് പിന്തുടരുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇനി ആര് അഹങ്കാരം കാണിക്കുന്നുവോ, ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. നമ്മൾക്ക് തീരുമാനിക്കാം അല്ലെ എവിടേക്കാ പോകേണ്ടത്, എന്തായിരിക്കണം എന്റെ ഡെസ്റ്റിനേഷൻ. അപ്പം ഏതാണോ ഞാൻ ചൂസ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ, അതിനനുസരിച്ചായിരിക്കണം ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അല്ലെ. ഞാൻ സ്വർഗ്ഗമാണ്, എനിക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ എത്തണം എന്ന് പറയുകയും ചിന്തിക്കുകയും ചെയ്തിട്ട് നമ്മള് നരകത്തിന്റെ ആൾക്കാരെ പോലെ ഭൂമിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ശരിയാവൂല. ഇബ്ലീസിന്റെ കൂട്ടുകാരെ പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായിരിക്കും ചെയ്യുന്നത് അല്ലെ. എനിക്ക് സ്വർഗത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹിദായത്ത് ഫോളോ ചെയ്യുക. അള്ളാഹുവിന്റെ ഹിദായത്ത് എവിടെയാ ഉള്ളത്? ഖുർആനില്.
അതെങ്ങനെയാ കിട്ടുക? മുത്തഖിയായാല്. അതെങ്ങനെയാ ആവുക? അള്ളാഹു എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയും 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 അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അത് മനസ്സിലാക്കാതെ നമ്മൾ ജന്നാത്തുൽ ഫിർദൗസിൽ പോകുന്നും പറയും, ജന്നാത്തുൽ ഫിർദൗസിന്റെ ആൾക്കാരാണെന്നും പറയും. എന്നിട്ട് പ്രവർത്തികൾ എന്താണ്? അള്ളാഹുവിന്റെ ഹിദായത്തിനെ നിഷേധിച്ചിട്ടുള്ള പ്രവർത്തികൾ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ്. നമുക്ക് ലെസൺസിലേക്ക് പോവാം. നമ്മൾ ഇതുവരെ പറഞ്ഞ ലെസൺസ് ഒക്കെ തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അള്ളാഹുവിന്റെ ഹിദായത്ത് ഫോളോ ചെയ്യുന്നവന് വിഷമമില്ല, ഭയവും ഇല്ല അല്ലെ? സന്തോഷം മാത്രമേ ഉള്ളൂ. സന്തോഷത്തിനെ കൊല്ലുന്ന കാര്യങ്ങളാണ് എന്ത്? ഭയവും വിഷമവും അല്ലെ? ഒരാള് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അയാൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ഭയം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു അങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ ഹിദായത്ത് ഫോളോ ചെയ്യുന്നവർക്ക് ഈ രണ്ട് കാര്യങ്ങളും എന്താണ്? ഭൂമിയിലും ഇല്ല, അവര് സ്വർഗത്തിലെത്തും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം തീരെയും ഇല്ല അല്ലെ? അപ്പം രണ്ട് കാറ്റഗറി ആൾക്കാര്, ഒരു കൂട്ടര് ഹിദായത്ത് ഫോളോ ചെയ്യുന്നവര്, ഒരു കൂട്ടര് കഫറു വക്കദബു, അള്ളാഹുവിന്റെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ, ഹിദായത്തിനെ എന്താണ്? കഫറു കദബു ചെയ്ത ആളുകൾ, കളവാക്കിയവര് അല്ലെ? അവര് എന്താണ്? നരകത്തിന്റെ അഹലുകാരായിരിക്കും. വെറും നരകത്തിന്റെ അഹലുകാര് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഒരു അവസാനമില്ലാത്ത രീതിയിൽ അതിന്റെ ആൾക്കാരായിട്ട് പോകും. സുബ്ഹാനല്ലാഹ്. അപ്പം രണ്ട് വഴികളേ ഉള്ളൂ നമ്മളുടെ മുമ്പിൽ. അള്ളാഹു നല്ല ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ല ഭംഗിയിൽ അള്ളാഹു എത്തിച്ചിട്ടുണ്ട് അല്ലെ? ഭൂമിയിൽ മനുഷ്യന്മാരെ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. എന്നിട്ട് അവർ ഇത്രയും കുഴപ്പം പിടിച്ച ആളുകളായിട്ടും എന്തുകൊണ്ട് അവരുടെ ഇബാദത്തിന് അള്ളാഹു കൂടുതൽ എന്താണ് സുപ്പീരിയോറിറ്റി കൊടുക്കുന്നു അല്ലെ? അതായത് മലായിക്കത്തിന്റെ ഇബാദത്തിനേക്കാളും മനുഷ്യന്മാരുടെ ഇബാദത്തിന് എന്തുകൊണ്ട് സുപ്പീരിയോറിറ്റി കൊടുക്കുന്നു, അത് ശ്രേഷ്ഠമാക്കുന്നു എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ തന്നു അല്ലെ? മനുഷ്യന് ഇൽമ തേടാനുള്ള കഴിവുണ്ട്. ഇൽമ നേടിയിട്ട് ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കാനുള്ള, ചൂസ് ചെയ്തിട്ട് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു. ഒപ്പം അള്ളാഹു വേറൊരു കാര്യം പഠിപ്പിച്ചെന്നു, 3 കൂട്ടര് തെറ്റ് ചെയ്തത് അല്ലെ? അതായത് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യൻ തെറ്റ് ചെയ്യും എന്നുള്ളതും, ഓരോ ടൈപ്പ് സൃഷ്ടികളും തെറ്റ് ചെയ്തപ്പം അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് മിസ്റ്റേക്ക് പറ്റിയപ്പം അവരെങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അല്ലെ? ഇനി അങ്ങനെ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അള്ളാഹു പറഞ്ഞു. അത് ചെയ്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്റെ ഹിദായത്ത് ഫോളോ ചെയ്യുന്നവർക്ക് എന്താണ് അവരുടെ വഴി, എന്റെ ഹിദായത്ത് ഫോളോ ചെയ്യാത്തവർക്ക് അവരുടെ ലക്ഷ്യം എന്താണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അള്ളാഹ് എല്ലാം നല്ല ക്ലിയർ കട്ടായിട്ട്, ശരിക്കും ഫസ്റ്റ് ഇൻട്രോ ഇവിടെ കഴിഞ്ഞു. മൊത്തത്തില് ഫാത്തിഹയില് ഒരു ഓവർവ്യൂ തന്നു. ബക്രയില് ഇൻട്രോ നമുക്ക് ഈ ആയത്തോടു കൂടി 39ാമത്തെ ആയത്തോടു കൂടി കഴിയണം. നമ്മളുടെ എല്ലാ കോണ്ടെക്സ്റ്റും സെറ്റ് ആവേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇനി നമ്മൾ പുതിയൊരു യാത്രയാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് മുതൽ തുടങ്ങുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ, തിരുത്താനുണ്ടെങ്കിൽ ഒക്കെ ഇവിടെയോട് കൂടി സെറ്റ് ആവണം. ഇനി ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഈ നമ്മളെ സെറ്റ് ചെയ്ത മൈൻഡിൽ, അതായത് നമ്മൾ ഇന്നത് ചെയ്യണം, ഇങ്ങനെ ആവണമെന്ന് തീരുമാനിച്ചതിനെ സഹായിക്കുന്ന കുറേ കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പല സ്റ്റോറികളായിട്ടും പല ഉപമകളായിട്ടും ഒക്കെ പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യേണ്ട സമയമാണത് അല്ലെ? ശരിക്കും നമ്മൾ കച്ച കെട്ടി ഇറങ്ങേണ്ട സമയമാണത്. സുബ്ഹാനല്ലാഹ്. ഏതാണ് നമ്മളുടെ വഴി? സ്വർഗമാണോ നമ്മളുടെ വഴി? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ആവണം നമുക്ക് ഭൂമിയിലും ആഖിറത്തിലും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്തിന് തയ്യാറാണ്? അള്ളാഹുവിന്റെ ഹിദായത്ത് സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മൾ ഹിദായത്ത് സ്വീകരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വരെ വിചാരിച്ചത് വേറെ തന്നെ ഒരു സ്റ്റൈലല്ലേ? നമ്മൾ കുറേ ക്ലാസ് കേൾക്കും, കുറേ ക്ലാസ് കേൾക്കും, നമ്മൾ എന്തൊക്കെയോ ഒക്കെ കുറച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകള് എല്ലാം അനുസരിക്കുകയും അള്ളാഹു നിഷേധിക്കാൻ പറഞ്ഞതൊക്കെ നിഷേധിക്കുക, ഒഴിവാക്കാൻ പറഞ്ഞതൊക്കെ ഒഴിവാക്കുകയും ചെയ്യുന്നവരാണ് മുത്തഖി. വിഖായ എന്നുള്ള വാക്ക് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഷീൽഡ്. എന്തിൽ നിന്നുള്ള ഷീൽഡ്? അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നുള്ള, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള ഷീൽഡാണ് വിഖായ. അതാണ് മുത്തഖി. മുത്തഖി എന്താ ചെയ്യുക? അള്ളാഹു പറഞ്ഞതൊക്കെ അനുസരിക്കും. അതനുസരിക്കണമെങ്കിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താന്ന് ഖുർആൻ വഴി മനസ്സിലാക്കണം അല്ലെ? അത് വെറുതെ മനസ്സിലാക്കിയാലും കൂടെ പോരാ. അത് വെറുതെ മനസ്സിലാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പോയിന്റ് ഇട്ടിട്ട് 1 നിങ്ങൾ ഇത് ചെയ്യുക, 2 നിങ്ങൾ ഇത് ചെയ്യരുത്, 3 നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞേനെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം നമുക്കത് പറ്റൂല. അതുകൊണ്ട് അള്ളാഹു നല്ല ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉദാഹരണങ്ങളൊക്കെ വെച്ച് പ്രത്യേകം വാക്കുകൾ ഉപയോഗിച്ച്, ഓരോ വാക്കിനും എന്തൊരു ഭംഗിയാ അല്ലെ? നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതും അങ്ങനെ അള്ളാഹുവിന് വേണമെങ്കിൽ ഇപ്പം ഈ ഒരു ആയത്തുകളോട് കൂടി ഏകദേശം പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്.
എന്നാലും അള്ളാഹു ഖുർആനിൽ ഇത്രയും ആയത്തുകളും അല്ലെ ഇത്രയും സൂറത്തുകളും വെച്ചിട്ടുണ്ട്. എന്തിനാ? നമുക്കത് വീണ്ടും 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 നമ്മൾ ഓരോ മനുഷ്യന്മാരുടെയും അവസ്ഥകളിൽ, ഓരോ മനുഷ്യന്മാരുടെയും ചിന്തയിൽ, ഓരോ മനുഷ്യന്മാരുടെയും ലെവലിനനുസരിച്ച് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് ഖുർആനിൽ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളൊന്ന് ഓപ്പൺ ആയാൽ മാത്രം മതി മാറാൻ വേണ്ടി, ഹിദായത്ത് ഉൾക്കൊള്ളാൻ വേണ്ടി, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന കാര്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഈവൻ അതും അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്ക് ഒറ്റക്ക് പറ്റൂല, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, എന്റെ സഹായം കൂടിയേ തീരൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ തയ്യാറാവുക, റബ്ബിന്റെ അടുത്ത് സഹായം ചോദിക്കുക, ട്രൈ ചെയ്യുക, സഹായം ചോദിക്കുക, ട്രൈ ചെയ്യുക, വീണ്ടും മനസ്സിലാക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും മിക്ക ക്ലാസ്സുകളിലും പറഞ്ഞതുപോലെ റിസൾട്ട് റബ്ബിന്റെ കയ്യിലാണ്. അതോ ഞാൻ ഇത്ര ചെയ്തിട്ട് മാറിയില്ലല്ലോ എന്ന് വിഷമിക്കല് ഇബ്ലീസിന്റെ ഐറ്റമാണ്. അബ്ലസ അല്ലെ, നിരാശ ഇബ്ലീസിൻ്റെതാണ്. അപ്പം റിസൾട്ട് റബ്ബിനെ ഏൽപ്പിക്കുക, മനസ്സിലാക്കാനുള്ളത് മനസ്സിലാക്കുക, തിരുത്താനുള്ളത് തിരുത്തുക, തൗബ ചെയ്യാന്നുള്ള പാർട്ട് മിസ്സേ ആക്കരുത്. കാരണം കുഫറിന്റെയും റഹ്മത്തിന്റെയും ഇടക്കുള്ള ട്രാക്കാണ്, എന്താണ് ഇടക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെറും തൗബ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ നിഷേധികളിൽ പെട്ടുപോകണോ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയവരാവണോന്ന് നമ്മൾ തീരുമാനിക്കുക. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഹിദായത്തിൽ നമ്മുടെ മുമ്പിൽ ഇത്രയും ആയത്തുകൾ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും പറ്റാന്നുള്ളത് തന്നെ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വലിയൊരു ഫദ്ല് തന്നെയാണ് അല്ലേ, ഇത്രയും മനസ്സിലാക്കാൻ പറ്റാന്നുള്ളത്. അൽഹംദുലില്ലാഹില്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ്. ഞങ്ങളെ ഇതിലേക്ക് നയിച്ച അള്ളാഹുവിന് ഹംദ്, സ്തുതി. അള്ളാഹു, നീ ഞങ്ങളെ ഈ നേർവഴിയിലേക്ക് നയിച്ചിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നേർവഴി പ്രാപിക്കുമായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ ഒരു വഴിയിൽ തുടരാനുള്ള ഇസ്തിഖാമത്ത് നമുക്ക് എല്ലാവർക്കും തരട്ടെ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ശരിക്കും അത് ഗിഫ്റ്റ് തന്നെയാണ് അല്ലെ, ഹിബ, വഹബ്, വഹാബ്. അള്ളാഹു സുബ്ഹാനഹു തആല വളരെ ചുരുക്കം സ്ഥലങ്ങളിലെ ഗിഫ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഹിദായത്ത് എന്ന് പറയുന്നത് വലിയൊരു ഗിഫ്റ്റാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ. ഏറ്റവും ശ്രേഷ്ഠനായ റബ്ബിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഗിഫ്റ്റാണ് എന്ത്? ഹിദായത്ത്. സുബ്ഹാനല്ലാഹ്. എന്തൊരു തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അൽഹംദുലില്ലാഹ്. നമുക്ക് എത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ, നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഇത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെ അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അപ്പം അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഈ ഒരു ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂന്റെ പാതയിലാവാൻ വേണ്ടിയിട്ട്, ഇഹത്തിലും പരത്തിലും ആവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ കിട്ടിയ ഇൽമും ഇതുവരെ കിട്ടിയ ചിന്തകളും അല്ലെ, നമ്മൾ കുറച്ച് തദബ്ബുറൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ലെസൺസ് എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ അത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഏറ്റവും ബെസ്റ്റ് തീരുമാനം. ഇബ്ലീസിന്റെ വസ്വസ് നമ്മൾ ഒരു തരത്തിലും ഈ ഒരു പാത്തിൽ നിന്ന് മാറ്റാതിരിക്കട്ടെ, നമ്മുടെ തീരുമാനത്തിൽ നിന്ന് മാറ്റാതിരിക്കട്ടെ. ഒരുപാട് പ്രശ്നങ്ങൾ വരും, ഒരുപാട് തിരക്കുകൾ വരും, ഒരുപാട് പരീക്ഷണങ്ങൾ വരും. അല്ലോ എക്സാം എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിർത്തണ്ട. ആ ഒരു എക്സാം ഇത്തിരി മാർക്ക് കുറഞ്ഞോട്ടെ, കുഴപ്പമില്ല, പക്ഷെ നിർത്താതിരിക്കാൻ മാത്രം ചിന്തിച്ചാൽ മതി. ഏറ്റവും മിനിമം ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ ചെയ്യേണ്ടത് ഞാൻ ആ പറഞ്ഞ ആ ഒരു ലോക്ക് നോട്ടിൽ ചേഞ്ച് ചെയ്യാനുള്ളത് എന്താന്ന് എഴുതുക. അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. ബാക്കി നമ്മൾ ദുആ ചെയ്യുക, ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. എക്സാം ഒന്നും ഒരു വിഷയമല്ല. റബ്ബിന്റെ ഹിദായത്ത് നമ്മളിലേക്ക് എത്തിക്കേണ്ടത്, ഞാൻ പറഞ്ഞു, നമ്മൾ ഇത് മുഴുവൻ പഠിച്ചിട്ട് റബ്ബിന് അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, പകരം വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈ രണ്ട് ക്വാളിറ്റിക്കാണ് സ്വർഗമുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. റൂട്ട് വേർഡ്സ് ആവട്ടെ, തഫ്സീർ ആവട്ടെ, ലെസൺസ് ആവട്ടെ, എക്സാം ആവട്ടെ, എല്ലാം. അപ്പൊ ആ ഒരു പോയിന്റ് എല്ലാവരും മനസ്സിൽ വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ ഒരു പാതയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇസ്തിഖാമത്ത് തരട്ടെ. ഖുർആൻ നമ്മളെ അവസാനത്തെ ശ്വാസം വരെ നമ്മളുടെ കൂടെ, പെർമനന്റ് ആയിട്ട് നമ്മളുടെ കൂടെ ഉണ്ടാവാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഹിദായത്തിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي
اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته الحمد لله